ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത് സംരംഭകന് നേരിടുന്ന പ്രശ്നങ്ങളാണ്. അതുമാത്രമല്ല, ആ പ്രശ്നങ്ങളെ ഒരു സംരംഭകൻ എങ്ങനെയാണ് മറികടക്കുക എന്നുള്ളതാണ്. ഞാൻ എപ്പോഴും പറഞ്ഞിട്ടുള്ള കാര്യമാണ്, സംരംഭകൻ അല്ലെങ്കിൽ ഓണ്ടർപ്രണർ എന്ന് പറയുമ്പോൾ ഒരു സംരംഭകനാകുമ്പോഴുള്ള ക്വാളിറ്റീസ് ഉണ്ട് എന്നുണ്ടെങ്കിൽ അയാൾ നല്ലൊരു മനുഷ്യനായി മാറും. അത് ഷുവറാ. കാരണം എന്താ വെച്ചാൽ, ഇയാൾ ഫേസ് ചെയ്യുന്ന പ്രശ്നങ്ങൾ നമ്മളും നമ്മുടെ ജീവിതത്തിൽ പല ഘട്ടങ്ങളിലും ഫേസ് ചെയ്യുന്നുണ്ട്. പക്ഷെ ഇതേ കാര്യങ്ങൾ കൊണ്ടല്ല, മറ്റു പല കാര്യങ്ങൾ കൊണ്ടാണത്. പക്ഷേ അതിനൊക്കെ നമുക്ക് ഈ ഒരു രീതിയിൽ ചിന്തിക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ല പോലെ നമുക്ക് അതിൽ നിന്ന് എന്ത് ചെയ്യാം, അതിനെ മറികടന്നുകൊണ്ട് മുന്നോട്ട് പോകാൻ പറ്റും. അത് ഷുവറായിട്ടുള്ള കാര്യം. അപ്പം നമ്മളൊരു സംരംഭകന് വരുന്ന പ്രശ്നങ്ങളെ കുറിച്ച് നോക്കാം. ഇവിടെ കാര്യമായിട്ട് വരുന്നതാണ്, ഇയാൾ പുതിയൊരു ഐഡിയ വെച്ചിട്ടാണ് ബിസിനസ് ചെയ്യുക അല്ലെങ്കിൽ പൈസ ഉണ്ടാക്കാൻ നോക്കുന്നത്. അപ്പം അങ്ങനെയൊക്കെ ചെയ്യണം എന്നുണ്ടെങ്കിൽ നമ്മൾ സ്വാഭാവികമായിട്ടും അതിനൊരു പണം നല്ലപോലെ കണ്ടെത്താൻ പറ്റേണ്ടി വരും. അതേപോലെ മെറ്റീരിയൽസ് ഒക്കെ എടുത്തു വെക്കാൻ പറ്റണം. അതായത് നമുക്കതിന് ആവശ്യമുള്ള സാധനങ്ങളെല്ലാം എടുക്കാൻ പറ്റണം. അതൊന്ന് സ്റ്റോർ ചെയ്ത് വെക്കാൻ പറ്റണം. അതേപോലെ നമ്മൾ അങ്ങനെ പുതിയൊരു സംഭവം കൊണ്ടുവരുമ്പം അതിൻ്റെ പ്രൈസ് ഇടുന്നത് നമ്മളാ. അപ്പം ആ പ്രൈസിങ് ഒക്കെ നമുക്ക് ഏകദേശം എങ്ങനെ പ്രൈസ് ഇടണം എന്നറിയണം. അതേപോലെ എങ്ങനെ പരസ്യം കൊടുക്കണം എന്നറിയണം. പിന്നെ അതേപോലെ അക്കൗണ്ടൻസ് കാര്യങ്ങൾ പറയേണ്ട കാര്യമില്ല. പണം കൈമാറുമ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ പാസ് ചെയ്യുന്ന സമയത്ത് കണക്ക് കൃത്യമായിരിക്കണം. അല്ലെങ്കിൽ ആകെ പ്രശ്നമാണത്. ഇപ്പം പരസ്യം ചെയ്യാനൊക്കെ നമ്മൾ സോഷ്യൽ മീഡിയ നല്ലപോലെ ഉപയോഗിക്കുന്നുണ്ട്. ഇൻസ്റ്റഗ്രാം കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് തന്നെ മനസ്സിലാവും. ഏറ്റവും നല്ല രീതിയിൽ പരസ്യങ്ങൾ പോകുന്നത് ഇൻസ്റ്റഗ്രാം വഴിയാണ്. കാരണം റീലും കാര്യങ്ങളൊക്കെ ആയിട്ട് ഇപ്പം ഒരു ചെറിയൊരു പരിപാടിയാണെങ്കിൽ പോലും നമ്മൾ അത് ഡെയിലി നമ്മളതിന് അഡ്വർടൈസ്മെന്റ് ചെയ്തിട്ട് നമ്മളത് ഔട്ടാക്കാൻ നല്ലപോലെ ശ്രമിക്കുന്നുണ്ട്. അതിൽ നിങ്ങൾക്ക്, എനിക്ക് തോന്നുന്നു, സോഷ്യൽ മീഡിയയിൽ പ്രത്യേകിച്ച് ഇൻസ്റ്റഗ്രാമിലൊക്കെ നിങ്ങൾക്ക് കൂടുതൽ സംരംഭകരെ കാണാൻ പറ്റും. അവർക്ക് അറിയാം അതെങ്ങനെ മാർക്കറ്റ് ചെയ്യണം എന്നുള്ളത്. അവർ നല്ലപോലെ പഠിക്കുന്നുണ്ടെന്നുള്ളതാണ് ഇതിൻ്റെ സത്യം. ഇങ്ങനെ വരുന്ന ഓണ്ടർപ്രണർക്ക് വരുന്ന പ്രശ്നങ്ങളെ ഓണ്ടർപ്രണർ ഫേസ് ചെയ്യുന്നത് 3 കാര്യങ്ങൾ കൊണ്ടാണ്. ഒന്നാമത്തെ കാര്യം ക്രിയേറ്റിവിറ്റിയാണ്. ഇപ്പം ഞാൻ പറയേണ്ട ആവശ്യമില്ല ക്രിയേറ്റിവിറ്റിനെ കുറിച്ച്. അതായത് മറ്റുള്ളവർ ചിന്തിക്കുന്ന രീതിയിൽ തന്നെ നമ്മൾ ചിന്തിക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്കൊന്നും പുതിയതായിട്ടൊന്നും കണ്ടെത്താനും പറ്റൂല. നമുക്കൊരു പ്രശ്നത്തിന് പരിഹാരം ഉണ്ടാക്കാനും പറ്റില്ല. കാരണം എന്താ, നമ്മളൊരു പുതിയ രീതിയിൽ ചിന്തിച്ചാലാണ് നമ്മളൊരു ഓണ്ടർപ്രണർ ആവുള്ളൂ. അത് സത്യമായിട്ടുള്ള കാര്യമാണ്. പിന്നെ എല്ലാവരും ചിന്തിക്കുന്ന രീതി ചിന്തിച്ചിട്ട് കാര്യമില്ല. അതൊന്ന്. രണ്ടാമത് പ്രശ്നങ്ങൾ. കാരണം ഇയാൾ അനുഭവിക്കുന്ന റിസ്ക് കാര്യങ്ങളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഞാൻ പറഞ്ഞു ആദ്യഘട്ടത്തിൽ ഇയാൾ ഭയങ്കരമായിട്ട് പ്രഷർ ചെയ്ത് ജീവിക്കുകയായിരിക്കും. കാരണം ഇയാളെ പുതിയൊരു ഐഡിയ ഇയാൾ മാർക്കറ്റ് ചെയ്യുന്നു. ഇയാളെ ആ ഒരു സ്വന്തം എഫേർട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, കാരണം ഇതിലെ ബോസ് ഇയാൾ മാത്രമാണ്. അപ്പൊ അതിനായിട്ടുള്ള എഫേർട്ട് ഇടേണ്ടി വരും. ഇങ്ങനെ പല പ്രശ്നങ്ങളിൽ അയാൾ അകപ്പെടും. ഈ പ്രശ്നങ്ങൾ പരിഹരിച്ചുകൊണ്ട് പല ആംഗിളിൽ നോക്കി കണ്ടാലേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, ഇതിന് പരിഹാരമൊക്കെ കാണാൻ പറ്റുള്ളൂ. അപ്പോൾ ക്രിയേറ്റീവ് ആയിട്ടുള്ള ഒരാൾക്ക് ഒരു ഓണ്ടർപ്രണർ ആകാൻ പറ്റുള്ളൂ. കാരണം അയാൾക്കാണ് കാര്യങ്ങൾ സോൾവ് ചെയ്യാനും പെട്ടെന്ന് പെട്ടെന്ന് അടുത്ത ഒരു ഇതിലേക്ക് ഐഡിയ കിട്ടുള്ളൂ. രണ്ടാമത്തേത് ഇന്നോവേഷനാണ്. അതിൽ പറയുകയാണെന്നുണ്ടെങ്കിൽ ഇക്കാലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര കോപ്പി അടിക്കുന്ന കാലമാണ്. അതായത് നമ്മളൊരു സാധനം ഇറക്കി കഴിഞ്ഞാൽ അപ്പം തന്നെ അടുത്തൊരാളും അതേപോലത്തെ സാധനങ്ങൾ ഇറക്കിയിട്ടുണ്ടാവും. അതായത് ഒരു സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 5 വർഷമൊന്നും ഉണ്ടാവില്ല ഒരു പുതിയൊരു സാധനത്തിൻ്റെ കാലയളവ്. കാരണം അത് അപ്പോഴത്തേനും ആൾക്കാർ കോപ്പി ചെയ്തിട്ടുണ്ടാവും. അപ്പോൾ നമ്മളിത് ഇങ്ങനെ അപ്ഡേറ്റ് ചെയ്ത് പോകേണ്ടി വരും. അതായത് ഇത് ഇന്ന് കൊണ്ടുവന്നതിലേക്ക് നാളെ എന്ത് അധികം ചേർത്താലാണ് നമ്മൾ വ്യത്യസ്തരായി മാറുക എന്നുള്ളത് എപ്പോഴും ചിന്തിച്ചുകൊണ്ടേയിരിക്കണം. അപ്പോൾ ഐഡിയ മാത്രം മതിയാവില്ല. നമ്മളത് റിയാലിറ്റി എന്ന് പറഞ്ഞ സംഭവമുണ്ട്. അതായത് നമ്മൾ ഇറക്കുന്ന ഒരു മാർക്കറ്റ് അല്ലെങ്കിൽ എവിടെ ആയിക്കോട്ടെ, അവിടെ ചിലപ്പം അതിൻ്റെ പോലത്തെ മറ്റു കാര്യങ്ങളും ഉണ്ടാവാം. അപ്പം അതിൽ നിന്നും ഒരു പുതുമ നമുക്ക് എപ്പോഴും വേണ്ടി വരും. മൂന്നാമത്താണ് നമ്മൾ ക്രിറ്റിക്കൽ തിങ്കിങ്. ക്രിറ്റിക്കൽ തിങ്കിങ് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ സിമ്പിളായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ, ഒരു പ്രശ്നം വരുന്ന സമയത്ത് നമ്മൾ സാധാരണ എന്താ ചെയ്യുക, അയ്യോ പെട്ടു, അല്ലെങ്കിൽ കുടുങ്ങിപ്പോയല്ലോ, ഈ രീതിയിൽ ചിന്തിക്കുക അല്ലാതെ പകരം ഒരു പെട്ടെന്ന് തന്നെ പാനിക് ആവാതെ എന്തുകൊണ്ടാണ് അത് പറ്റിയത്, അത് എങ്ങനെ സംഭവിച്ചു, അത് എന്തപ്പം അതിന് കാരണം, ഇതിങ്ങനെ മനസ്സിനുള്ളിൽ ചോദിച്ചിട്ട് ആ ഒരു പ്രശ്നത്തിനെ നല്ല രീതിയിൽ എന്ത് ചെയ്യുക,
ചിന്തിച്ചുകൊണ്ട് അതിനൊരു പരിഹാരം പരിഹാരം കാണുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വിജയിക്കാൻ പറ്റും. കാരണം ഓൺടർപ്രണർ അങ്ങനെ ആയിരിക്കും. അപ്പോൾ ഈ 3 രീതിയിലാണ് ഓൺടർപ്രണർ സത്യം പറഞ്ഞാൽ പ്രശ്നങ്ങളെ പരിഹരിക്കുന്നത്. ഞാൻ പറഞ്ഞു, ഒരു ഓൺടർപ്രണർ ആയിരിക്കെ അയാൾക്ക് കുറച്ച് ക്വാളിറ്റീസ് ഉണ്ടാവും അല്ലേ? എങ്ങനെ ഒരു ക്വാളിറ്റി ഉണ്ടാക്കുന്ന ഒരാൾക്ക് ജീവിതവും കുറച്ചും കൂടി ഭംഗിയായിട്ട് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റും. കാരണം നമ്മുടെ ജീവിതത്തിൽ പല പ്രശ്നങ്ങളും നേരിടാറുണ്ട്. അപ്പം അവിടെ നമ്മൾ ഇങ്ങനെ വർക്കൗട്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് നല്ല രീതിയിൽ ജീവിക്കാനും പറ്റും. അതുകൊണ്ടാണ് ഞാൻ എപ്പോഴും പറയുന്നത്, ഒരു നല്ലൊരു മനുഷ്യന് ഉണ്ടാവേണ്ട ക്വാളിറ്റീസ് തന്നെ ആയിരിക്കും നല്ലൊരു ഓൺടർപ്രണർക്ക് ഉണ്ടാവുക. നല്ലൊരു ഓൺടർപ്രണർക്ക് ഉണ്ടാവേണ്ട ക്വാളിറ്റീസ് തന്നെ ആയിരിക്കും നല്ലൊരു മനുഷ്യനും ഉണ്ടാവുക.